ഗേസ്. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ചെറിയൊരു ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്ക് പുറത്തു പോയാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് കേട്ടോ. പിന്നെ മോളും ഉണ്ട്, മോനുണ്ട്, പിന്നെ അവളുടെ കുഞ്ഞുണ്ട്. അപ്പം ഞങ്ങൾ ചെറിയ ഷോപ്പിങ് കാര്യങ്ങളായിട്ട് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയപ്പോൾ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ഭയങ്കര വെയിൽ പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല, അത്ര നല്ല വെയിലായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല ഗേസ്, അത്ര ചൂടായി ഇപ്പം ഇവിടെയാണെങ്കിൽ പോലും. എന്നാലും ഞങ്ങൾ ഇറങ്ങി ചെറിയ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വെച്ച് ഓർത്തു കേട്ടോ. ചെറിയൊരു പിള്ളേർക്കൊക്കെ അകത്തിരുന്ന് എപ്പോഴും ബോറടിയില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങണ്ട. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത സ്ഥലങ്ങളൊക്കെ ഈ കാണുന്നത് കേട്ടോ. നേരത്തെയൊക്കെ ഞാൻ വന്ന സമയത്തൊക്കെ ഇവിടെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം പുതിയ പുതിയ ഫ്ലാറ്റുകളാണെങ്കിലും ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ. അതായത് ഏറ്റവും കൂടുതൽ എനിക്ക് ഡ്രസ്സിൻ്റെ കടയാണ് കൂടുതൽ വന്നേക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ആണെങ്കിൽ ഹോൾസെയിൽസ് കടയിലൊക്കെ ആണെങ്കിൽ ഡ്രസ്സൊക്കെ ആണെങ്കിൽ നല്ല വിലക്കുറവിലും കിട്ടാറുണ്ട്. ഒരു ദിവസം ഞാൻ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ഇട്ട് കാണിച്ചിരാം കേട്ടോ. ഞാൻ പോകുന്നതിന് മുമ്പ് പറ്റുവാണെങ്കിൽ, ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ. അപ്പോൾ ഞങ്ങൾ പയ്യെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വണ്ടിക്കകത്താണെങ്കിൽ പോലും രക്ഷയില്ല, അതുപോലെ ചൂടാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ പോകുന്ന ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിന് തൊട്ടടുത്തുള്ള കടകളാണ് ഫുള്ളും പോയി. അപ്പോൾ ഞങ്ങൾ ഓർത്തു പിള്ളേർക്കൊക്കെ ചെറിയ ചെറിയ ഡ്രസ്സൊക്കെ എടുക്കാതെ ഓർത്തുകൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതൊക്കെ പുതുതായിട്ട് വരുന്ന ബിൽഡിങ് കേട്ടോ. ഇതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞാൽ ഈ വഴി സൈഡിലൊക്കെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഒത്തിരി അന്നാണെങ്കിൽ തന്നെ ട്രാഫിക് ആണെങ്കിലും പൊതുവെ കുറവായിരുന്നു. പിന്നെ ഞങ്ങൾ ഓർത്തു പെട്ടെന്ന് പോയിട്ടൊക്കെ വരാൻ നിർത്തോണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം അത് ഏറ്റവും രസം പറഞ്ഞാൽ ഇവിടെ ചെടികൾ വെക്കും ഈ റോഡ് സൈഡിലൊക്കെ, നല്ല മരങ്ങളൊക്കെ, നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ അമ്പലങ്ങളാണെങ്കിലും ഉണ്ട്, ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട് കേട്ടോ. വഴിസറി ദേവിയുടെ ആണെങ്കിലും എല്ലാ മിക്ക അമ്പലങ്ങളും എനിക്കൊന്ന് ദേവി അത് ഞാനൊരു ദിവസം അതിൻ്റേതായിട്ട് വീഡിയോ ഇട്ട് കാണിച്ചു തരാം. അത് പറഞ്ഞ അത്ര ശരിയാത്തില്ല. അതുപോലെ അമ്പലങ്ങളുണ്ട്. പിന്നെ അത് മാത്രം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇവിടെ ഡ്രസ്സിൻ്റെ കേട്ടോ. ഒരുപാട് ഡ്രസ്സാണ് തന്നെ, ഒരുപാട് കടകൾ ഇവിടുത്തെ അടുത്തടുത്ത്, അതായത് മാക്സ് ഉണ്ട്, ഒത്തിരി കടകൾ അടുത്തടുത്ത്. ഈ കാണുന്നതൊക്കെ ഇതൊക്കെ ഡ്രസ്സിൻ്റെ കട കേട്ടോ, വഴിസരി കാണുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഈ കാണുന്നുണ്ടോ ഫ്രൂട്ട്സ് ചട്ടികളൊക്കെ ഉണ്ടോ അങ്ങനെ വിൽക്കുന്നത്. കാരണം ഇതൊക്കെ നല്ല രസമാണ്. ഇത് ഒരു പണിത് വെച്ചേക്കുന്നതാണ്. ചെടികളാണ്, ഇഷ്ടം പോലെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വണ്ടിയിരുന്നാലും ഭയങ്കര ആവിയും ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. വണ്ടിക്കതാണെങ്കിൽ പോലും AC ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. AC ഒക്കെ ഞങ്ങൾ നിർത്തി കഴിയുമ്പോഴത്തേക്ക് പിന്നെ രക്ഷയില്ല വണ്ടിക്ക് ഇരിക്കാനേ. ഇതൊരു അമ്പലം കേട്ടോ. പിന്നെ ഇത് റെസ്റ്റോറൻ്റ് ഉണ്ട്, ഹോട്ടൽ, അങ്ങനെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. അത് എടുത്ത് പറയാനൊന്നും പറ്റത്തില്ല, കാരണം ഇവിടുത്തെ രീതി. പിന്നെ പഴശ്ശേരി ചക്കയൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ അന്ന് ഞങ്ങൾ ഓർത്ത് നാട്ടിലേക്കാണ് ഇപ്പോൾ ചക്കയുടെ സീസണല്ലേ. അപ്പോൾ ഇവിടെയും ചക്കയൊക്കെ ഒരുപാട് വിൽക്കുന്നുണ്ട് ഒരു സൈഡിലൊക്കെ. പിന്നെ ഞങ്ങൾ പയ്യെ ഒരു ചെറിയ ജ്യൂസൊക്കെ കുടിക്കാനുള്ള പരിപാടിക്ക് ഞങ്ങൾ എത്തി. കാരണം പിള്ളേർക്കൊക്കെ ദാഹിക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്താറായി കട. അങ്ങനെ വണ്ടിയൊക്കെ ഒരുവിധം ഒതുക്കിയിട്ടാണ് ഞങ്ങൾ അവിടെ ചെറിയ ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചിട്ട് വയ്യ ഇറങ്ങാമെന്ന് വെച്ചു. അപ്പം മേതക്കുട്ടിയാണെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കുക. അവൾ ആദ്യമായിട്ട് നിന്ന് പുറത്തോട്ടൊക്കെ ഇങ്ങനെ കടയിലൊക്കെ ഞങ്ങൾ നിർത്തുന്നത്. തൊട്ടടുത്ത് കരിക്കൊക്കെ ഉണ്ട് കണ്ടോ, കരിക്കൊക്കെ വിൽക്കുന്നുണ്ട്. പക്ഷേ വെള്ളം കുടിച്ചപ്പം അത്രയ്ക്ക് മധുരമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരുമാതിരി സാധാരണ നമ്മൾ കരിക്ക് കുടിക്കുന്ന പോലെ അത്ര ഫീലിങ്സ് എഴുതുള്ളൂ. എനിക്കാണെങ്കിൽ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. കാരണം കുഞ്ഞു ഉടുപ്പൊക്കെ കുറച്ച് എല്ലാം ഞാൻ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വരുമ്പോൾ മിക്കവാറും പോകുമ്പോഴൊക്കെ കുഞ്ഞു മോക്ക് 2-3 ഉടുപ്പൊക്കെ എടുക്കാൻ ഓർത്തുകൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവൾക്കൊരു ഉടുപ്പ് വാങ്ങാം. അപ്പോൾ ഞാൻ നിങ്ങളെ എനിക്ക് ആ കടയും കാണിച്ചു തരാമല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ മാക്സിലുണ്ട്. പിള്ളേർക്കൊക്കെ ഒരുപാട് ഡ്രസ്സ് നല്ല ഇതാണ് കേട്ടോ. മാക്സിൽ ഇപ്പോൾ എടുക്കും തുണിയൊക്കെ, കാരണം നല്ല മെറ്റീരിയലാണ് ഫുള്ളും. ഇവിടെ വരുമ്പോൾ ഞാൻ മിക്കവാറും മാക്സ് അല്ലെങ്കിൽ റിലയൻസ് കടകളിലൊക്കെ പോയി സാധാരണ ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്യാറുള്ളത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ട്രെൻഡ്സിലെത്തിയിട്ട് ആദ്യം ഞാൻ ട്രെൻഡ്സിലൊക്കെ കയറിയതാണ്. ട്രെൻഡ്സിൽ കയറി ചെറിയൊരു
പർച്ചേസിങ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് അടുത്ത കടയിലോട്ട് ഞങ്ങൾ പോയത്. ട്രെൻഡ്സിൽ കയറിയത് എനിക്കുണ്ട് ചുരിദാറിൻ്റെ ടോപ്പൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഡിസ്കൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. 100 രൂപയും 200 രൂപ അങ്ങനെ കണ്ടിട്ടില്ലേ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല ടോപ്പ് കേട്ടോ, അടിപൊളി ടോപ്പൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ കുഞ്ഞിനുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇറങ്ങി കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ പിന്നെ മഹതിക്കുട്ടിയാണെങ്കിൽ വഴക്ക് കാരണം ഞങ്ങൾ പിന്നെ അവൾക്ക് കഴിക്കാൻ വേണ്ടി തോന്നി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കൈരളി എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ മേടിച്ച് ഞങ്ങൾ വയ്യെ വീട്ടോട്ട് പൊക്കുക. അപ്പോൾ ഇന്നത്തെ ഷോപ്പിങ്ങൊക്കെ ഞങ്ങൾ കഴിഞ്ഞു കേട്ടോ. ഏകദേശം പിന്നെ അവർക്കും തിരിച്ച് വീട്ടിൽ പോകുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങി കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.